പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ഇന്നലെ ഇഡിയുടെ മുമ്പിൽ ഹാജരായി. കുറേ ക്വസ്റ്റ്യൻസും തെളിവെടുപ്പുകളും ഒക്കെ നടന്നു. പക്ഷെ ഇന്ന് HDFC ലോക്കർ പരിശോധിച്ചു കൊണ്ടുപിടിക്കുകയാണ്. എന്തെങ്കിലും ഭയപ്പെടേണ്ടതുണ്ടോ വീണയ്ക്ക് ഈ ഒരു അന്വേഷണത്തിൽ? അല്ല, വീണ ഭയപ്പെട്ടേ മതിയാവും. കാരണം വീണയെ ഇന്നലെ വിട്ടയച്ചു എങ്കിലും വീണ അഴിക്കുള്ളിലാകും എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം ഈ SFIയുടെ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷെ ED ഈ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 അന്വേഷണ ഏജൻസിയുടെയും റിപ്പോർട്ട് വീണ വിജയന് എതിരാണ്. SFIയുടെ അന്വേഷണ റിപ്പോർട്ട് കുറ്റപത്രം അവർക്കെതിരാണ്. ഇവർ പണം വാങ്ങിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള സേവനം ചെയ്തു കൊടുത്തില്ല എന്നുള്ളതാണ് ഇവരുടെ പേരിലുള്ള ആരോപണം. അപ്പോൾ പിന്നെ കർത്തയുടെ കയ്യിൽ നിന്ന് എന്തിന് വീണ വിജയൻ പണം മേടിക്കുന്നു? അപ്പോൾ അതിൻ്റെ പിറകിലുള്ള അഴിമതി എന്ത്? അതാണല്ലോ കുറ്റം. അതുപോലെ ഇൻകം ടാക്സിന്റെ ഭാഗത്തു നിന്നും ഇതേ രീതിയിലുള്ള റിപ്പോർട്ടാണ്. അതുപോലെ ROC അതിൻ്റെ റിപ്പോർട്ട് എതിരാണ്. അപ്പം ഈ വിഷയത്തോടനുബന്ധിച്ച് നിഴൽ കമ്പനിയായിട്ടുള്ള 187 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് വീണ വിജയന്റെ 2.78 കോടി ആണ് പരാതിയായിട്ട് വന്നതും അവരെ ഒരുപക്ഷെ അവരുടെ പരാതിയുടെ പുറത്താണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആ 178 കോടി രൂപയുടെ അകത്തേക്കും അന്വേഷണം വരും. അപ്പം ED ഇന്നലെ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തിനു വേണ്ടി മേടിച്ചു? അത് ഒരു IT മേഖലയിൽ അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടി ഉള്ളൊരു കമ്പനിയാണ്. അത്തരത്തിൽ ഉപദേശം സ്വീകരിച്ച് അവർ വേണമെന്ന് പറഞ്ഞ് വന്നതാണ്. അതിനനുസരിച്ച് ഉപദേശം കൊടുത്തതിൻ്റെ പണമാണ് കിട്ടിയത് എന്നുള്ള രീതിയിലേക്കുള്ള മറുപടിയാണ്. അപ്പം അതിൻ്റെ തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ MD ആണ്, എനിക്ക് അതിന് തെളിവുകൾ തരാൻ, അല്ലെങ്കിൽ എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ സിസ്റ്റം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിസ്റ്റമൊക്കെ നേരത്തെ കമ്പനി നിർത്തിപ്പോയതുകൊണ്ട് അതിനകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. ഏതായാലും അവരെ വന്നിരുന്ന് ചോദ്യങ്ങൾ ED ചോദിക്കുന്നതിന് മുമ്പിൽ മറുപടി പറയുന്നതിന് മുമ്പേ അവർക്ക് ഒരു ഉപദേശം കൊടുക്കാനുള്ള ആൾക്കാരും ഉണ്ടാകുമല്ലോ. അത്തരത്തിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ ഉപദേശം തേടിയിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ആ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഈ പ്രതി ഭാഗമായിട്ടുള്ള വീണ വിജയൻ സംസാരിക്കുന്നത്. അത് കുറ്റം ചെയ്തിട്ടില്ല, കുറ്റം നിഷേധിച്ചു. അപ്പം കുറ്റം നിഷേധിച്ചു, ED ചോദ്യം ചെയ്തു. ഏതാണ്ട് 174ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇന്ന് EDയുടെ കയ്യിൽ SFIയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന രേഖകൾ കോടതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് രേഖകൾ എത്തും. അപ്പം HDFC ബാങ്കിൽ ഈ പറയുന്ന പോലെ ഇവർക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ആയുർവേദ ലൈൻ്റെ അടുത്ത്, അല്ലെങ്കിൽ MG റോഡിലുള്ള അവിടെ. അത് നേരത്തെ ഫ്രീസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ്. അപ്പോൾ ആ അക്കൗണ്ടിൽ ഇവർക്ക്, അല്ലെങ്കിൽ ആ അക്കൗണ്ടിന്റെ ഭാഗമായിട്ട് ഇവർക്ക് HDFC ബാങ്കിൽ ലോക്കറുണ്ട്. ആ ലോക്കർ തുറന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ED. അപ്പോൾ ED ഇന്നലത്തതിന് ശേഷം ഇവർക്ക് എതിരെയുള്ള തെളിവുകൾ നേരത്തെ 12 ഇടങ്ങളിൽ ED പരിശോധിച്ചു. അതാണ് ഈ പ്രശ്നം ഉണ്ടായതും ED ഉദ്യോഗസ്ഥയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന് പറഞ്ഞ കേസൊക്കെ ഉണ്ടായതും ധാരാളം പേര് അകത്ത് പോയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കേസ്. അത് വേറെ കേസ്. അന്ന് പരിശോധിച്ച രേഖകൾ, അല്ലെങ്കിൽ അവർ കളക്ട് ചെയ്ത രേഖകൾ, അന്ന് അവർ മേൽപോട്ട് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചെന്ന് പറഞ്ഞാൽ ആ രേഖകൾ ഈ പറയുന്നത് പോലെ ഈ വീണ വിജയൻ എതിരാണ്. അപ്പം ആ രേഖകളും ഇപ്പൊ ഈ 134 SFIO കണ്ടെത്തിയ രേഖകളുണ്ടല്ലോ ഇവർക്കെതിരെയുള്ള, ആ രേഖകൾ EDക്ക് കൈമാറാൻ കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ SFIയുടെ കേസ് തുടരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് CMRL ഡൽഹി ഹൈക്കോടതി സ്റ്റേ മേടിച്ചിരിക്കുകയാണ്. അപ്പം അതിനകത്തുള്ള രേഖകൾ ഇവർ കൊടുക്കുമ്പോൾ ഈ രേഖ പരിശോധിക്കുമ്പോൾ ഇവരുടെ അടുത്ത് ഇന്നലെ ചോദിച്ച ചോദ്യവും ഇവരവിടെ കൊടുത്ത മൊഴികളും ഒരേ രീതിയിൽ പൊരുത്തപ്പെടുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അവിടെ തന്നെ അവിടെ ഇവർ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നും അവർ പക്ഷേ സേവനം ചെയ്തു കൊടുത്ത വിവരത്തെ പറ്റി വ്യക്തമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇപ്പൊ ഇവരുടെ ഇന്ന് HDFC ബാങ്കിൽ ഉള്ള അല്ലെങ്കിൽ അക്കൗണ്ട് ഉൾപ്പെടെ ഏതാണ്ട് 242 അക്കൗണ്ടിൽ നിന്ന് 18 കോടിയോളം രൂപ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ, അതായത് പഴുതുകൾ അടച്ച് ED കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരുപക്ഷെ അടുത്ത ഒരു സമൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഇവർ ചോദിച്ച ചോദ്യങ്ങൾ ഇന്നലെ ഉണ്ടല്ലോ. ഇപ്പൊ ഇവരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കർത്തയുടെ ഭാര്യയെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്, കർത്തയുടെ ഫിനാൻഷ്യൽ ഓഫീസറെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്, കർത്തയുടെ മകളെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം, ഇതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഒരുപക്ഷെ ചോദ്യം പരിശോധിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് സമൻസ് കൊടുക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ വീണ്ടും ചോദ്യാവലി തയ്യാറാക്കണം. അല്ലെങ്കിൽ അത് ഇവർ നിഷേധിച്ചതൊന്നും അല്ല ശരി എന്നുള്ള രീതിയിലേക്ക് ഇവർക്കെതിരുള്ള തെളിവുകൾ ശേഖരിക്കണം. അതിനുവേണ്ടി ED ഒരുപക്ഷെ എല്ലാ മേഖലയിലും പഴുതുകൾ അടച്ച് കയറേണ്ടിടത്തൊക്കെ കയറി, അല്ലെങ്കിൽ
നമ്മുടെ CMRLന്റെ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വീടിൽ അന്ന് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ എല്ലാ ഇടങ്ങളിലും ഇവരുടെ ഭർത്താവിന്റെ ഇടത്ത് പരിശോധന നടത്തി, ഇവർ വീട് താമസിക്കുന്നിടത്ത് പരിശോധന നടത്തി, മറ്റ് അങ്ങനെയാണ് ഈ 12 ഇടങ്ങളിൽ ഒരുപോലെ പരിശോധന നടത്തിയത്. അവിടുന്ന് വേണ്ട രീതിയിലുള്ള തെളിവ് ശേഖരണം ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ഇനിയത്തെ ആ കാര്യത്തിനകത്ത് ഇവർ പറഞ്ഞത് കളവാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇവർക്കെതിരെയുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ED ഒരുപക്ഷെ HDFC ബാങ്കിന്റെ ലോക്കർ പരിശോധിക്കുന്നത്. അപ്പം ഇന്നിപ്പോ ഷോൺ ജോർജ് പറഞ്ഞേക്കുന്ന ലോക്കറിനകത്തുനിന്ന് ചില കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണം മറ്റൊരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ലോക്കറിനകത്ത് ഇവര് നമ്മൾ ഈ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, സ്വർണം പോലെയും അതുപോലെ വലിയ വലിയ രേഖകളും ഒക്കെ ആയിരിക്കും ലോക്കറിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ ലോക്കറിനകത്ത് ഇനിയും ഒരു പക്ഷേ അതുകൊണ്ട് വെച്ചിട്ടുണ്ടോ, ലോക്കർ അങ്ങനെ ആർക്കും കയറി തുറക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ലല്ലോ. പക്ഷേ ഇതുപോലുള്ള അതിന് സാധ്യത നമ്മളീ പറയുന്നത് കുറവാണ്. കാരണം ഇതുപോലെ വിഷയം വരുമ്പോൾ ഈ അന്വേഷണ ഏജൻസിയെ പറ്റി 10 കൊല്ലം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു അച്ഛന്റെ മകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ഏജൻസികളെ പറ്റിയൊക്കെ ഒരു ബോധ്യം കാണും. മാത്രമല്ല ഇവർക്ക് ഈ കേസ് തുടങ്ങിയിട്ട് തന്നെ ഇപ്പം വളരെ കാലമായിരുന്നു. കാരണം SFIO കേസ് എടുത്തിട്ട് 20 മാസമായി. 20 മാസം കഴിഞ്ഞാണ് ഇപ്പം കഴിഞ്ഞ മാസം 26-ാം തീയതിയാണല്ലോ, മെയ് 26-ാം തീയതി നമുക്കൊന്ന് ഹൈക്കോടതി കേസ് അന്വേഷിക്കാൻ EDക്ക് അന്വേഷിക്കാൻ ഇത് കൊടുത്തു. CMRL കൊണ്ടൊന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല, EDക്ക് ഇതിനകത്ത് അന്വേഷിക്കാൻ വകുപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തടഞ്ഞു വെച്ചിരുന്നു. അപ്പം ഇത് സിംഗിൾ ബെഞ്ചിനകത്തുനിന്ന് അന്വേഷണം നടത്തിക്കോളാൻ പറഞ്ഞു. അന്നാണ് അന്വേഷണം, അല്ലെങ്കിൽ ആ ഉത്തരവിന്റെ 2 ദിവസം പിന്നെ ബക്രീദല്ലേ അല്ല, ആ സമയത്ത് തന്നെ ഇടയ്ക്ക് തന്നെ വന്ന് കയറി തന്നെ അവർക്കറിയാം വീണ്ടും അപ്പീൽ പോകും. സൂക്ഷം പോലെ അപ്പീലിന് പോയി ഡിവിഷൻ ബെഞ്ചിൽ പോയില്ലേ, പിന്നെ ഒരാഴ്ച തടഞ്ഞു വെച്ചില്ലേ, അതിനുശേഷം ഡിവിഷൻ ബെഞ്ചും അനുമതി കൊടുത്തില്ലേ. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പം ഇതിനകത്ത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ EDക്ക് ഒരു കേസിനകത്ത് നമ്മൾ മറ്റുള്ള കേസുകളെ പോലല്ല. അപ്പൊ നമുക്കെതിരെ ED ഒരു കേസ് എടുത്താൽ സാമ്പത്തിക ക്രമക്കേടിന്റെ കേസാണ്. ആ കേസിനകത്ത് ആ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന് പറഞ്ഞ് അന്വേഷിച്ച് സാധാരണ ഏജൻസികൾ കേസെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്തു, നമ്മളെ വലിയൊരു കേസ് കൊണ്ട് കൊടുക്കുന്നു, അതിനകത്ത് കുറ്റം ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ അന്വേഷണം നടത്തുന്നു. പക്ഷെ EDക്ക് അങ്ങനെയല്ല. ED എന്ന് പറഞ്ഞ ഏജൻസിയെ പ്രത്യേക കോടതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ സാമ്പത്തിക ക്രമക്കേടുണ്ടെങ്കിൽ ആ ക്രമക്കേട് കണ്ടുപിടിച്ച് ആ ക്രമക്കേട് ഏതൊക്കെ റൂട്ടിലൂടെയാണ് നടന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ്, ഇപ്പൊ ഇവിടെ ഒരു കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാശ് എവിടെ എന്തിനു ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിൽ പോയി, അല്ലെങ്കിൽ പിന്നെ ആ കാശ് തിരിച്ച് എങ്ങനെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇവരത് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ. അപ്പൊ ഇതിന്റെ എല്ലാം സോഴ്സ് ഉൾപ്പെടെ കൃത്യമായിട്ട്, അതായത് ഒരാളെ ED അറസ്റ്റ് ചെയ്യുമ്പോൾ ആ യഥാർത്ഥത്തിൽ അയാളുടെ കേസന്വേഷണം ഒരു പരിധിവരെ തീർന്നു എന്ന് പറയാം. ബോധ്യപ്പെടുത്തി, നിങ്ങൾ ഈ കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെടുത്തി നമ്മളെ വായിച്ച് കേൾപ്പിച്ച് ഒപ്പിടിപ്പിച്ച് അറസ്റ്റ് ചെയ്യും. അല്ലാതെ അറസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ED കേസുകൾ എടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ജാമ്യം കിട്ടാതെ വരും. അല്ല സാർ, ഒരു കാര്യം, ഇതിനു മുമ്പ് ഇപ്പം വളരെ കുറച്ച് നാളെ അയാൾ UDF അധികാരത്തിൽ കയറിയിട്ട്, അപ്പൊ അതിനു മുമ്പ് ഈ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ പിണറായി വിജയൻ. അങ്ങനെ ആവുമ്പം ഇങ്ങനെ ഒരു ലൂപ്പ് ഹോളിലൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന് വീണയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കാണുമല്ലോ മുഖ്യമന്ത്രി. അങ്ങനെ വരുമ്പോഴത്തേക്ക് വീണയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുത് അവർ കണ്ടുവച്ചിട്ടുണ്ടാവില്ലേ? എന്താ രക്ഷപ്പെടാനുള്ള പഴുത്? ഏത് ഇപ്പം വീണയെന്നല്ല, ലോകത്ത് ഏത് കുറ്റം ചെയ്യുന്നവനും അതിനകത്ത് കേസ് വരുമ്പോൾ രക്ഷപ്പെടാനുള്ള പഴുത് നോക്കുമല്ലോ. പക്ഷെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ നോക്കാതിരുന്നിട്ടല്ലല്ലോ, ഈ രക്ഷപ്പെടാനുള്ള പഴുതുകളൊക്കെ നോക്കി അതിനാണല്ലോ ഈ കേസുകളൊക്കെ വരുമ്പോൾ അതിന് പുറകെ നടന്ന് കോടതിയിൽ നിന്ന് തന്നെ സ്റ്റേ മേടിച്ചത്. അല്ലെങ്കിൽ ആ കേസ് പഠിച്ചതിന് ശേഷം ആ കേസ് ED അന്വേഷിക്കാൻ പറ്റുന്ന വകുപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ നിന്ന് സ്റ്റേ മേടിക്കണമെങ്കിലും ആ സ്റ്റേ മേടിക്കാൻ പോകുന്ന വക്കീലും ഒന്നും പിണറായി വിജയന്റെ മകളുടെ ഭാഗം നിൽക്കുന്ന വക്കീലും അല്ലെങ്കിൽ CMRL നിന്ന് ഭാഗം നിൽക്കുന്ന വക്കീലും ഒന്നും മോശം വരത്തില്ലല്ലോ. അപ്പൊ അതിനെ മറികടന്ന് അങ്ങനെയല്ല, ഞങ്ങൾക്ക് അന്വേഷിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിക്കാം, അതിന് ഞങ്ങൾക്ക് അധികാരമുണ്ട്, അതിന് ഇന്ന അധിക കാരണങ്ങളുണ്ടെന്നുള്ള രേഖ കോടതിയിൽ സമർപ്പിക്കുമ്പോഴാണല്ലോ കോടതി ഇത് അന്വേഷിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ ഇപ്പോഴും അവർ രക്ഷപ്പെടാൻ, കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തപ്പോഴും അവർ രക്ഷപ്പെടാനുള്ള പഴുതുകളാണ് അവർ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇതിന്റെ HDFC ബാങ്ക് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിനു ശേഷം വീണ്ടും ഒരു തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് HDFC ബാങ്കിന്റെ ലോക്കർ പരിശോധിക്കുന്നത്. ഈ ബാങ്കിൽ ഉള്ള അക്കൗണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് CMRL നിന്ന് വാങ്ങിച്ച പണം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചിരിക്കുകയാണ്. ഏതായാലും പഴുതുകൾ അടച്ച് മാത്രമേ EDക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ പഴുതുകൾ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ രേഖകളും ഒരുക്കുന്നതിന് വേണ്ടിയും വീണ്ടും അവരെ ചോദ്യം ചെയ്യുന്നതിന്, രേഖകൾ സമാഹരിക്കുന്നതിനും വേണ്ടിയാണ് ED ഒരുപക്ഷെ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്.
അത് ഏതാണ്ട് തീർച്ചയായിട്ടും വീണ ജയിലിലാവും. വീണ വിജയൻ ജയിലിലാവും. കൂടെ ആരൊക്കെ പോകും എന്നുള്ളതിനെ പറ്റിയാണ് തർക്കം. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒരു നിഴൽ അക്കൗണ്ട് 178 കോടി രൂപയുടെ ഉണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മേടിച്ചിട്ടുണ്ട് 5 ലക്ഷം. ഇപ്പോഴത്തെ പ്രതിപക്ഷ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയും കാശ് മേടിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സമുദായ നേതാക്കന്മാരെല്ലാം മേടിച്ചിട്ടുണ്ട്. പള്ളിയിലച്ചന്മാരൊക്കെ മേടിച്ചിട്ടുണ്ട്. അതായത് 2019 ആ രേഖ കാശ് കൊടുത്തവന്റെ പേരെഴുതി വെച്ചത് 800 പേജാണ്. അപ്പൊ അതിന്റെ വലിപ്പം മനസ്സിലായി. അപ്പൊ അതിന്റെ പുറകിലൊക്കെ ഇ ഡി ഈ ഒരു 2.78 കോടിയുടെ പുറകിൽ നിൽക്കുന്ന ഇ ഡി അത് വ്യാപകമായിട്ട് അന്വേഷിക്കും. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പലരും ഇതിനകത്ത് വലിയ അഭിപ്രായം ഒന്നും പറയാതെ നിൽക്കുന്നത്. ഒരു ഷോണും ഒരു മാത്യു കുഴൽനാടനും ഒക്കെ മാത്രം അഭിപ്രായം പറയാൻ നിൽക്കുന്നതിന്റെ കാര്യം ഇതാണ്. അവർ രണ്ടുപേരെയും മേടിക്കാതിരുന്നിട്ടുണ്ടാവത്തുള്ളൂ എന്ന് വിചാരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.